the divine truth. തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിന്റെ ആ സത്യം ദൈവസഭയെ അലങ്കരിക്കുകയും സമ്മാനിക്കുകയും ക്രിസ്തുവിന്റെ നഷ്ടപ്പെട്ടു പോയ സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും വിടുതലിന്റെ ശുശ്രൂഷകളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവമനുഷ്യനാണ് ജോൺ അലക്സാണ്ടർ ഡാവി. അപ്പോസ്തലപ്രവൃത്തികൾ 10-38 വാക്യം പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. Now God anointed, how God anointed Jesus of Nazareth with the Holy Ghost and with power, how he went about doing good and healing all that were oppressed of the devil, for God was with him. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ പ്രവർത്തിച്ച് പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് നടന്ന ആ സംഭവം നിങ്ങൾ അറിയുന്നുവല്ലോ. How God anointed Jesus of Nazareth. എങ്ങനെ നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യുകയും യേശു നന്മ ചെയ്യുകയും ഭൂതം ദുരാത്മാവ് രോഗവ്യാധികൾ ബാധിച്ചവരെ സൗഖ്യമാക്കിക്കൊണ്ട് നടന്ന ആ സംഭവം നിങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതും മത്തായി 8-ലും 9-ലും ഒക്കെ വായിച്ചതും പത്രോസ് അപ്പോസ്തലൻ കൂടെ ഉണ്ടായിരുന്നു, ശിഷ്യൻ കൂടെ ഉണ്ടായിരുന്നു, പത്രോസ് കൂടെ ഉണ്ടായിരുന്നു. പറയുകയാണ് എങ്ങനെ ദൈവം നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും എങ്ങനെ യേശു നന്മ പ്രവർത്തിച്ചും പട്ടണം തോറും സഞ്ചരിച്ച് ദുരാത്മാവ് പീഡിപ്പിക്കുന്നവരെ ആത്മാവ് പീഡിപ്പിക്കുന്നവരെ രോഗവ്യാധികൾ കൊണ്ട് ക്രൂരമായി മനുഷ്യനെ പീഡിപ്പിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ട്. ഒരു ട്രാൻസ്ലേഷൻ, how God anointed Jesus of Nazareth with the Holy Spirit and with power, and how he went about doing good, curing all who were under the tyranny of the devil, because God was with him. പെട്ടെന്ന് ഞാൻ ചരിത്രത്തിലേക്ക് ഒന്ന് വരാം. 1875 സിഡ്നി ഓസ്ട്രേലിയയിലെ ഒരു ഗ്രാമം, സബ് ഏർബ് ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഒരു വലിയ പകർച്ചവ്യാധി ഉണ്ടാകുവാനിടയായി തീർന്നു. It was an epidemic. കോവിഡ് വന്ന പോലെ തന്നെ അതൊരു പാൻഡമിക് ആയിരുന്നു. എല്ലാ ദേശത്തിലും വന്നു. ഓസ്ട്രേലിയ സിഡ്നിയുടെ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമപ്രദേശങ്ങളിൽ അത് ഒരു പകർച്ചവ്യാധി, മീസൽസ്, ഡിഫ്തീരിയ എന്നുപോലെ കഠിനമായ ജ്വരം ഉണ്ടാക്കുന്ന ഒരു പ്ലേഗ് ബാധിക്കുവാനിടയായി തീർന്നു. കൂട്ടമായി ജനം മരിക്കുകയാണ്. ഈച്ചകൾ മരിക്കുന്നത് പോലെ ജനം മരിച്ചു വീഴുകയാണ്. അതിന്റെ മധ്യത്തിൽ ജോൺ അലക്സാണ്ടർ ഡവി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്കോട്ട്ലൻഡിൽ ജനിച്ചു. തന്റെ പേരൻസ് സ്കോട്ടിഷ് പേരൻസ് ആയിരുന്നു. UK എഡിൻബർഗിൽ ജനിച്ചു. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ജീവിക്കുന്നതിന് മധ്യത്തിലാണ് ജോൺ അലക്സാണ്ടർ ഡവി തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും ബൈബിൾ കോളേജിൽ എഡിൻബർഗിൽ പോയി താൻ ബൈബിൾ പഠനം പൂർത്തീകരിച്ച് ഒരു പാസ്റ്ററായി മാറുന്നത്. 1875 ഈ മഹാപകർച്ചവ്യാധി ആൾക്കാരെ കൊല്ലുന്നതിന്റെ മധ്യത്തിൽ താൻ ശുശ്രൂഷിക്കുകയാണ്. തന്റെ സഭ ഒരു വലിയ തിരക്കേടില്ലാത്ത വലിയൊരു സഭയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? സ്വന്തം ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും മരുന്നുകൾക്കും ചികിത്സിക്കുവാൻ കഴിയാതെ സ്വന്തം ഈച്ച മരിക്കുന്നത് പോലെ ജനം മരിക്കുക. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുകയാണ്. ജോൺ അലക്സാണ്ടർ ഡവി യൗവനക്കാരനാണ്, ഒരു പാസ്റ്ററാണ്. തന്റെ സഭയെ, തന്റെ ജനത്തെ അധികമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. 40 ആൾക്കാരുടെ ഫ്യൂണറൽ സർവീസുകൾ, 40 ആൾക്കാരെ കുഴിച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള ഫ്യൂണറൽ സർവീസുകൾ നടത്തി 3 ആഴ്ചകൾ കൊണ്ട് തന്റെ സഭയിൽ 40 ആൾക്കാർ മരിച്ചു. പ്രായം വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ ഉൾപ്പെടെ 40 പേരെ താൻ കുഴിച്ചിട്ടു. 30 പേര് മരണാസന്ന നിലയിൽ കിടക്കുകയാണ്. മരണാസന നിലയിൽ അന്ത്യശ്വാസം വലിച്ച് ഗ്യാസ് ചെയ്ത് കിടക്കുന്ന വളരെ ക്രൂരമായ ഈ പകർച്ചവ്യാധി, ഈ ഭയങ്കര ജ്വരം ബാധിച്ച് അങ്ങനെ ഒരു നിലവാരത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഓടി അടുത്ത വീട്ടിലേക്ക്, അടുത്ത വീട്ടിൽ നിന്ന് ഓടി അടുത്ത വീട്ടിലേക്ക് പോകുന്ന ജോൺ അലക്സാണ്ടർ ഡവി തന്റെ ഹൃദയം വേദനിച്ചു, തന്റെ ഹൃദയം ഭാരപ്പെട്ടു. ഒരു ദിവസം ഹല്ലേലൂയ, ഇതെന്താ സംഭവിക്കുന്നത്? ദൈവമേ, ഇത് അങ്ങാണോ? 1870-കളിൽ ആ സമയങ്ങളിൽ ദൈവിക സൗഖ്യത്തെക്കുറിച്ചുള്ള വെളിച്ചവും വെളിപ്പാടുമില്ല. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം തന്നു, ദൈവം തന്നു, ദൈവം തന്നു, ദൈവം തന്നു, ദൈവം എടുത്തു എന്നുള്ള ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞല്ലാതെ പ്രൈസ് ദി ലോർഡ്, ദൈവം എടുത്തു. താൻ ഈ 40 ആൾക്കാരുടെ ഭവനങ്ങളിൽ പോയി തന്റെ മക്കൾ നഷ്ടപ്പെട്ടവർ, ഭർത്താവ് നഷ്ടപ്പെട്ട
ഭാര്യ നഷ്ടപ്പെട്ട, അപ്പൻ നഷ്ടപ്പെട്ട എല്ലാവരോടും പോയി ആശ്വസിപ്പിക്കുകയാണ്. സ്തോത്രം. അവരെല്ലാം നല്ല സ്ഥലത്താണ്. പക്ഷെ ഹൃദയത്തിന്റെ ആഴത്തിൽ താൻ ഒരു വേദന കൊണ്ട് നടക്കുന്നുണ്ട്. 30 പേര് സ്തോത്രം മണ്ണാസിന്റെ നിലയിൽ കിടക്കുകയാണ്. അവരെയും താമസിക്കാതെ കുഴിച്ചിടേണ്ടി വരും. അതിന് മധ്യത്തിൽ തന്റെ ഹൃദയം വിങ്ങി വേദനിച്ച് താൻ തന്റെ പാർസനേജിൽ വന്ന് താൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ ഇത് എന്താ സംഭവിക്കുന്നത്? ഈ വ്യാധിയിൽ നിന്ന്, ഈ ക്രൂരമായ പീഡനത്തിൽ നിന്ന് ഒരു വിടുതലില്ലേ? അങ്ങയുടെ ഹിതമാണോ ഈ ജനം ഇങ്ങനെ മരിച്ചു വീഴുന്നത്? ഇത് അങ്ങയുടെ ഇഷ്ടമാണോ? താൻ കരഞ്ഞു വേദനിച്ച് കണ്ണുനീർ വാർക്കുന്നതിന് മധ്യത്തിൽ തന്റെ ഹൃദയം വേദനിക്കുകയാണ്, തന്റെ ഹൃദയം പിടയ്ക്കുകയാണ്. Oh God, where is our help? അതിന്റെ മധ്യത്തിൽ സ്വന്തം താൻ കരഞ്ഞ് തന്റെ പാർസനേജിൽ പോയി, ദൈവമേ നീ എന്നോട് ഇടപെടണമേ, ദൈവത്തിന്റെ വചനമാണല്ലോ സകല വിഷയത്തിനും ഉത്തരമുള്ളത് എന്ന് താൻ പ്രാർത്ഥിച്ച് കരഞ്ഞ ദൈവസന്നിധിയിൽ, ദൈവം നീ എന്നോടൊന്ന് ഇടപെടണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊരു ദൂത് പറയണമേ. അപ്പോൾ പെട്ടെന്ന് ആ ബൈബിൾ അപ്പോസ്തല പ്രവൃത്തികൾ 10-38 വാക്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്റെ ശ്രദ്ധയെ തിരിക്കുകയും ഒരു ദൈവിക വെളിപ്പാട്, ഡിവൈൻ ഇൻസ്പിറേഷൻ തന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് ദൈവം പകരുകയാണ്. താൻ തിരിച്ചറിയുകയാണ്, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും യേശു നന്മ പ്രവർത്തിച്ചും രോഗവ്യാധികൾ ക്രൂരമായ പിശാച് മാനിച്ചവരെ സൗഖ്യമാക്കിയ ആ വാർത്ത കേട്ടിട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ. ഈ മനുഷ്യരെ കൊല്ലുന്നത് ഞാനല്ല, മനുഷ്യർ മരിക്കുന്നതിനെ കാണുന്നത് ഞാനല്ല. I am not behind this foul demonic sickness. അപ്പോൾ ദാവി പറയുകയാണ്, തന്റെ കണ്ണ് പ്രകാശിച്ചു, കണ്ണ് തുറന്നു വന്നു. And I saw, ദാവീയുടെ വാക്കുകൾ, I saw the way of God's healing. പന്ന പിശാചേ, നീയാണ് ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്, രോഗത്തിലാക്കി വെക്കുന്നത്, അവരുടെ സമയത്തിന് മുമ്പേ കൊല്ലുന്നത്. പിശാചേ, നിന്റെ പൈശാചിക പ്രവർത്തിക്കുകയാണ്. It is your cruel, oppressive, tyranny-filled, demonic, defiling, destructive work. തന്റെ ഹൃദയത്തിൽ വെളിപ്പാട് കിട്ടുക, ദൈവമല്ല രോഗത്തിന്റെ പിന്നിലുള്ള സ്രോതസ്. God is not the author of sickness. God is not the source of sickness. Devil is the source of sickness. Devil is the author of sickness and infirmities and diseases. തന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഒരു ദൈവിക വെളിപ്പാടുകൾ കത്തുകയാണ്. ഹല്ലേലൂയ. A divine light that Jesus is the healer and deliverer and Satan is the oppressor and destroyer. യേശു വന്നത് ഹല്ലേലൂയ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, അതിനെ കെട്ടുവാൻ. തന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു വന്നു. ഹല്ലേലൂയ. താൻ കണ്ണുനീരോട്, ദൈവമേ എന്റെ ജനം മരിക്കുകയാണ്, മണ്ണത്തോട് മല്ലടിക്കുകയാണ്, അതിന്റെ മധ്യത്തിൽ ദൈവമേ ഹല്ലേലൂയ അങ്ങയുടെ ഈ സദ്വാർത്ത ഞാൻ പ്രസംഗിക്കും. ജനം മരിച്ചാലും സാരമില്ല. I will preach the truth that Christ is the healer, Christ is the deliverer. മരിച്ചാൽ മരിക്കട്ടെ, but I will not stop preaching the divine healing message. ഹല്ലേലൂയ. താൻ ഇതെല്ലാം ചിന്തിച്ച് തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന്റെ മധ്യത്തിൽ പെട്ടെന്ന് തന്റെ കഥകിൽ സ്തോത്രം ഹല്ലേലൂയ കൊട്ടുകയാണ്. രണ്ടുപേരും ഓടി കഥച്ചു വരിക, പാസ്റ്റർ ഡവി. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു മേരി മരണാസന്ന നിലയിലായിരിക്കുന്നു, അവൾ മരിക്കാൻ പോകുന്നു. പാസ്റ്ററെ ഓടി വരണമേ. അവളുടെ ആ കൂട്ടത്തിൽ അവളുടെ ദൈവസഭയിൽ മേരി എന്ന് പറഞ്ഞ ഒരു ചെറിയ പൈതൽ ഉണ്ടായിരുന്നു. മേരിയുടെ സഹോദരി എല്ലാവരും ജ്വരം പിടിച്ച് മരിക്കാൻ കിടക്കുകയാ. സ്തോത്രം. 40 പേരെ കുഴിച്ചിട്ടു. ഡവി ഓടുകയാണ്. വെളിപ്പാട് തന്നെ ഹൃദയത്തിൽ കത്തുന്നു. ഡവി ഓടുകയാണ്. സ്തോത്രം. അന്ന് വരെ പോയി, ദൈവമേ സൗഖ്യമാക്കണമേ, ദൈവമേ നീ വിടുവിക്കണമേ. താൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥനകൾക്കൊന്നും ഒരു പവറും ഇല്ലല്ലോ, ഒന്നും മാറുന്നില്ലല്ലോ. ഇത് ദൈവത്തിന്റെ ഹിതമാണോ ഈ ജനം മരിക്കുന്നത് എന്ന് വിഷമിച്ചിരിക്കുന്നതിന്റെ മധ്യത്തിലാണ്. Why are my prayers unanswered? Why are my people not getting healed? ഈ കരച്ചിലിന്റെ ഇടയ്ക്കാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ താൻ പ്രാപിക്കുകയും ഇതാ ഡവി സ്തോത്രം എഴുന്നേറ്റ് പോകുകയും. അവിടെ പോകുമ്പോൾ സ്തോത്രം അവിടെ ഡോക്ടറുണ്ട്, പൾസും ബി പി ഒക്കെ നോക്കുമ്പോൾ എല്ലാം പോയി. നീ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടെ എഴുതിയാൽ മതി. മണ്ണത്തോട് സ്തോത്രം മല്ലടിക്കുന്ന, ഗ്യാസ് ചെയ്യുന്ന, അന്ത്യശ്വാസത്തിന് വേണ്ടി മല്ലിടുന്ന ഈ മേരി അവിടെ കിടക്കുകയാണ്. സ്തോത്രം. ഡോക്ടർ നോക്കി പറയാ, ദൈവം എത്ര വിചിത്രമായാണ് പ്രവർത്തിക്കുന്നത്. How God works in mystery. നമുക്ക് ഒന്നും പിടിയിട്ടുന്നില്ലല്ലോ. ദൈവം വിചിത്രമായൊക്കെ പ്രവർത്തിക്കുക. ഈ കൊച്ചുകുട്ടി സ്തോത്രം അങ്ങനെ ചോദ്യത്തോടും ഹല്ലേലൂയ ഈ മരണത്തിന് പിന്നിൽ ദൈവമാണ് എന്നൊക്കെ ആ ആശയത്തിൽ ഡാവി നിർത്തി. നോ ഡോക്ടർ, this is not the work of God. ഈ മേരി മരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. This is the work of Satan. And I charge in the name of Jesus. താൻ ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ചു, Christ the healer. And I pray. മരിക്കാൻ കിടന്ന മേരി, ജ്വരം പിടിച്ച് കിടന്ന മേരി, അന്ത്യശ്വാസം വലിച്ച് ഗ്യാസ് ചെയ്യുന്ന മേരി, പെട്ടെന്ന് അവിടെ മേൽ ദൈവശക്തി ഇറങ്ങുവാൻ ഇടയായിട്ടുണ്ട്.
അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു, അവൾ സൗഖ്യമായി. ഹല്ലേലൂയ. അവൾ മരണകരമായ ആ ജ്വരത്തിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് പുറത്തു വന്നു. ഡാവിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, ജീസസ് ഈസ് നോട്ട് ജസ്റ്റ് എ സേവിയർ, ഹി ഈസ് ദ ഹീലർ. എല്ലാ രോഗത്തിന്റെ പിന്നിൽ, സമയത്തിന്റെ മുമ്പിലുള്ള എല്ലാ മരണത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ദുരാത്മ ശക്തികളെ ഹല്ലേലൂയ ഡാവി പിടിച്ചെടുക്കുവാൻ ഹല്ലേലൂയ ലോകത്തിൽ ഹല്ലേലൂയ ഒരു വലിയ വെളിപ്പാടായി ഡാവിയുടെ ഹൃദയത്തിൽ വന്നു. ഉടനെ മേരിയുടെ സഹോദരനും സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും ക്ഷണത്തിൽ ഹല്ലേലൂയ ദൈവിക സൗഖ്യത്തിന്റെ ഒരു ചലനം ആരംഭിച്ചു. ഹല്ലേലൂയ. ചരിത്രം പറയുന്നത് ഡാവിയുടെ സഭയിൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു മരണം ഉണ്ടായില്ല. ആ പകർച്ചവ്യാധി ചുറ്റും അനേകർ മനുഷ്യങ്കിലും ഡാവിയുടെ സഭയിൽ ഈ പകർച്ചവ്യാധി കാരണം, ആ പ്ലേഗ് കാരണം പിന്നെ ഒരു മരണം അവിടെ ഉണ്ടായില്ല. They were kept from the power of sickness. He was a young pastor who learned how to take dominion over sickness. Hallelujah. അത് ആരംഭമായതുകൊണ്ട് പരിശുദ്ധാത്മാവ് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ജോൺ അലക്സാണ്ടർ ഡവി is known as the father of modern divine healing. Divine healing in modern divine healing ministryയുടെ പിതാവെന്ന്, the apostle of healing എന്ന് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. തന്റെ ഹൃദയം ഹല്ലേലൂയ ദൈവിക സൗഖ്യത്തിന്റെ വെളിപ്പാടുകളാൽ കത്തുവാൻ തുടങ്ങി. താൻ ഓസ്ട്രേലിയയിൽ സ്തോത്രം ഹല്ലേലൂയ ചുറ്റി സഞ്ചരിച്ച് യേശു ഹല്ലേലൂയ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കൂ എന്ന് മാത്രമല്ല, യേശു രോഗങ്ങളിൽ നിന്ന് നമ്മെ സൗഖ്യമാക്കുന്നവനാണെന്ന് ആ ദൈവിക ഹല്ലേലൂയ ലീവ്സ് ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ മാസപത്രിക, എവറി മന്ത് ലെറ്റേഴ്സ് ലീവ്സ് ഓഫ് ഹീലിംഗ് ഹല്ലേലൂയ പത്രിക എഴുതി ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന യേശുവിനെ ജനത്തിന് പരിചയപ്പെടുത്തുവാനും, ഏത് രോഗത്തിലും വ്യാധിയിലും ആയിരിക്കുന്ന നിങ്ങൾ യേശുവിന്റെ നാമത്തെ വിളിച്ചാൽ, യേശുവിൽ ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ലീവ്സ് ഓഫ് ഹീലിംഗ്. താൻ സ്തോത്രം ഓസ്ട്രേലിയയിൽ അങ്ങും ഇങ്ങും ഒക്കെ പോയി സഞ്ചരിച്ച് ഈ ദൈവിക സൗഖ്യം, ഡിവൈൻ ഹീലിംഗ്, ഡൊമിനിയൻ ഓവർ സിക്നസ്, ഹല്ലേലൂയ രോഗവ്യാധികളുടെ മേൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന് ആധിപത്യമുണ്ട്, മാസ്റ്ററി ഉണ്ടെന്ന ആ മെസ്സേജ് സംസാരിക്കുകയും പറയുകയും ഹല്ലേലൂയ ജനങ്ങളെ സൗഖ്യത്തിലേക്ക് നടത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുത മനുഷ്യൻ. 1888 സ്തോത്രം ഹല്ലേലൂയ ദൈവിക പ്രേരണ ഉണ്ടായി. ഓസ്ട്രേലിയയിൽ നിന്ന് താൻ സ്തോത്രം അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിൽ പോയി അവിടെയും ഡിവൈൻ ഹീലിംഗിന്റെ മെസ്സേജ് താൻ പ്രഖ്യാപിക്കുന്നു. ഫ്രാൻസിസ്കോയിൽ നിന്ന്, കാലിഫോർണിയയിൽ നിന്ന് ഹല്ലേലൂയ അവസാനം താൻ ഷിക്കാഗോയിൽ വന്ന് സ്തോത്രം ഹല്ലേലൂയ തന്റെ ഹൃദയത്തിൽ അസാധാരണമായ ഒരു പ്രേരണ സ്തോത്രം. അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ്, 120 വർഷങ്ങൾക്ക് മുമ്പേ മെഡിക്കൽ സയൻസ് ഇന്നത്തെ പോലെ അത്രയും ഡെവലപ്ഡ് അല്ല. ഇന്ന് ആധുനിക മെഡിസിൻ്റെ കയ്യിൽ, ആധുനിക മോഡേൺ മെഡിക്കൽ സയൻസിൽ സ്തോത്രം മരുന്നുകളുണ്ട്, ആന്റിബയോട്ടിക്കുകളുണ്ട്, ആന്റിവൈറലുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളും ഉപകരണങ്ങളും ഉണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ടെക്നോളജി വർദ്ധിച്ചു. അന്നൊന്നുമില്ല. ഹല്ലേലൂയ. രോഗം പിടിപെട്ടാൽ മരണം ഉറപ്പാ, ക്യാൻസർ പിടിപെട്ടാൽ മരണം ഉറപ്പാ, ഇതുപോലെ പകർച്ചവ്യാധി മരണം ഉറപ്പാണ്. ക്യാൻസർ പിടിച്ചാൽ അതിന്റെ മധ്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ താൻ ദൈവിക സൗഖ്യത്തിന്റെ സ്തോത്രം ഈ സുവിശേഷ സത്യം താൻ പ്രഖ്യാപിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. 1988 നിന്ന് സ്തോത്രം ഏകദേശം 12 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ സ്തോത്രം വലിയ പ്രേരണയുണ്ടായി. താൻ ഹീലിംഗ് സൗഖ്യത്തിന്റെ ഭവനങ്ങൾ, ഹീലിംഗ് ഹോമുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഇതുപോലെ വ്യാധികൾ ബാധിച്ച് ഗുരുതരമായിരിക്കുന്ന രോഗികൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് അവിടെ ഡോക്ടേഴ്സും നഴ്സസും അവിടെ എല്ലാവരും കൂടെ ചികിത്സിക്കുന്ന പോലെ തന്നെ ഹീലിംഗ് ഹോംസ് സ്ഥാപിച്ച് ആ ഹീലിംഗ് റൂംസിൽ ഇതുപോലെ രോഗികളെ പരിചരിക്കുവാനുള്ള ഡിവൈൻ ഹീലിംഗ് ടെക്നീഷ്യൻസിനെ താൻ അപ്പോയിന്റ് ചെയ്ത് താൻ അവരെ പണിതെടുത്തു. താൻ അവരെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ താൻ അവരെ റേസ് അപ്പ് ചെയ്തു. സ്തോത്രം. ദിനരാത്രങ്ങൾ ആ ടീം സ്തോത്രം ഈ രോഗികൾക്ക് വേണ്ടി സൗഖ്യം ശുശ്രൂഷിക്കുവാൻ ഇടയായി. സ്തോത്രം. കൂട്ടമായി ആ ഹീലിംഗ് റൂമുകളിൽ സ്തോത്രം ജനം സൗഖ്യമാകുവാൻ തുടങ്ങി. 1900 തന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം, ദൈവിക ആഗ്രഹം വന്നു. ഹല്ലേലൂയ. അടുത്തൊരു തലത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ തത്വങ്ങളും വിശ്വാസത്തിന്റെ പ്രമാണങ്ങളും, ഫെയ്ത്ത് പ്രിൻസിപ്പിൾസ്, ഫെയ്ത്ത് ഹീലിംഗ് മെസ്സേജസ്, ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ പ്രമാണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ തന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഷിക്കാഗോയിൽ ഒരു സ്ഥലം സ്തോത്രം മരുന്നില്ലാതെ, സ്തോത്രം അന്ന് മരുന്നിനോടൊക്കെ ഭയങ്കര എതിർപ്പാണ്. അതുകൊണ്ടാണ് ആദ്യകാല പെന്തക്കോസ്ത് പിതാക്കന്മാർ അവർ മരുന്ന് ഉപയോഗിക്കത്തില്ലായിരുന്നു. മരുന്ന് പറയുമ്പോൾ നോ, ദാറ്റ്സ് ഓഫ് ദ ഡെവിൽ, അത് പിശാചിന്റെ മരുന്ന്, ഹോസ്പിറ്റൽ വേണ്ട, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ട. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അതുപോലുള്ള കഠിന സാഹചര്യങ്ങളിൽ ഉരുവായ വിശ്വാസത്തിന്റെ ആ തലമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. 10,000 ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു പട്ടണത്തെ താൻ സങ്കല്പിച്ചു. സയോൺ സിറ്റി എന്ന് പറഞ്ഞ സ്തോത്രം താൻ ഒരു പട്ടണം
10,000 ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ദൈവരാജ്യത്തിന്റെ ദൈവവചനത്തിന്റെ തത്വങ്ങൾ പ്രമാണിച്ച് a community of people living under the constitution of the kingdom of God. 10,000 ആൾക്കാർ അവിടുന്ന് ഇവിടുന്നും വന്ന് ഒരുമിച്ച് അവരൊരു കമ്മ്യൂണിറ്റി ആയി ഒരുമിച്ച് ജീവിക്കുവാൻ, 7,000 ആൾക്കാർക്ക് ഒരുമിച്ച് ഇരിക്കുവാൻ കഴിയുന്ന വലിയൊരു ഓഡിറ്റോറിയം നാം കാണുന്ന ലീവ്സ് ഓഫ് ഹീലിംഗിൽ കാണുന്ന ഈ 7,000 ആൾക്കാർക്ക് ഒരുമിച്ച് സഭായോഗത്തിൽ ഒരുമിച്ച് ഇരിക്കുവാൻ കഴിയുന്ന അസാധാരണമായ ഓഡിറ്റോറിയം എന്ന 126 വർഷങ്ങൾക്ക് മുമ്പേ ഷിക്കാഗോയിൽ ദൈവിക സൗഖ്യത്തിന്റെയും അത്ഭുതങ്ങളുടെയും വിടുതലുകളുടെയും ആഴമായ ഒരു പ്രവൃത്തി വെളിപ്പാടുകൾ. ഇന്ന് ദൈവസഭകളിൽ നാം കാണുന്ന ഡിവൈൻ ഹീലിംഗിന്റെ തത്വങ്ങൾ, പ്രിൻസിപ്പുകൾ, വെളിപ്പാടുകൾ, സ്തോത്രം, ഹല്ലേലൂയ, അത് ആദ്യമായി ഉടലെടുത്തത് ജോൺ അലക്സാണ്ടർ ഡവിയുടെ ഹൃദയത്തിലും സ്തോത്രം തന്റെ ശുശ്രൂഷകളിലാണ്. തന്റെ ശിഷ്യന്മാരായി അനേകരുടെ വന്ന് തന്റെ ശിഷ്യന്മാരായി പിൻകാലങ്ങളിൽ സ്തോത്രം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട അസാധാരണമായ ദൈവത്തിന്റെ മനുഷ്യരായി ഡവിയുടെ ശിഷ്യന്മാർ ജോൺ ജി ലേക്ക്, സൗത്ത് ആഫ്രിക്കയിലുള്ള സ്തോത്രം പയനിയർ അപ്പസ്റ്റോളിക് ഹീലിംഗ് മിനിസ്റ്റർ ജോൺ ജി ലേക്ക്, ഗോർഡൻ ലിൻസെ, എഫ് ബോസ്വർത്ത്, സുവിശേഷത്തിന്റെ അതിശക്തമായ സുവിശേഷത്തിന്റെ പ്രസംഗർ, ഡിവൈൻ ഹീലിംഗ് മെസ്സേജിന്റെ പ്രസംഗകരായ എഫ് ബോസ്വർത്ത്, ആമി മെക്ഫേഴ്സൺ, സ്മിത്ത് വിഗിൾസ്വർത്ത്, റിച്ചി, ഇതുപോലെ ആയിരക്കണക്കിന് ശുശ്രൂഷന്മാർ തന്റെ ശുശ്രൂഷകളിലൂടെ ജനിച്ചു വീഴുവാനിടയായി തീർന്നു. He was a father, hallelujah, who brought out many sons. അതിശക്തമായ ദൈവത്തിന്റെ സൗഖ്യത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവരാജ്യത്തിന്റെ സത്യങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവ മനുഷ്യനായി, ഹല്ലേലൂയ. പക്ഷെ തന്റെ അവസാനമായപ്പോൾ 1907 6 വർഷങ്ങൾ ആയപ്പോൾ സ്വത്രം വീണ്ടും അവിടെ ഇടയിൽ വിഷയങ്ങൾ ഉണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടായി. തന്റെ അവസാനം കുറച്ച് വേദനാജനകമായ ഒരു അവസാനമാണ്. സ്വത്രം അതിശക്തമായ ദൈവം തന്നെ ഉപയോഗിക്കുകയും താൻ ഒരു പ്രവാചക ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ഒരു സമയത്ത് സ്തോത്രം തനിക്ക് ബോധ്യം, തനിക്ക് താൻ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം വരുവാനുള്ള ഏലിയാവ് ഞാനാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തെറ്റിലേക്കും ദുരുപദേശങ്ങളിലേക്കും ഒക്കെ താൻ പോകുകയും അങ്ങനെ ഒരു വലിയ വേദനാജനകമായ ഒരു അന്ത്യം തനിക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. 59 വയസ്സിൽ ജോൺ അലക്സാണ്ടർ ഡവി മരണപ്പെടുവാൻ ഇടയായിത്തീർന്നു. The man died at the age of 59 years, but the legacy, the divine truth, തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിന്റെ ആ സത്യം, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസഭയെ അലങ്കരിക്കുകയും സമ്മാനിക്കുകയും ക്രിസ്തുവിന്റെ നഷ്ടപ്പെട്ടു പോയ സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും വിടുതലിന്റെ ശുശ്രൂഷകളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവമനുഷ്യനാണ് ജോൺ അലക്സാണ്ടർ ഡവി എന്ന്. ഹല്ലേലൂയ. അവസാനത്തെ എന്റെ ട്രാജിക് ആയിരുന്നെങ്കിലും ഹല്ലേലൂയ, ഹി ഈസ് എ ജനറൽ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ കാലമുയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജോൺ അലക്സാണ്ടർ ഡവിയുടെ ജീവിതത്തിനായി, തന്റെ ലൈഫിനായി, തന്റെ ശുശ്രൂഷകൾക്കായി, തന്നിൽ നിന്ന് ദൈവം തുറന്നുവിട്ട ആ ദൈവിക സൗഖ്യത്തിന്റെ വെളിപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. The divine truth. തനിക്ക് വെളിപ്പെട്ട് കിട്ട ദൈവത്തിന്റെ ആ സത്യം ദൈവസഭയെ അലങ്കരിക്കുകയും സമ്മാനിക്കുകയും ക്രിസ്തുവിന്റെ നഷ്ടപ്പെട്ടു പോയ സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും വിടുതലിന്റെ ശുശ്രൂഷകളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവമനുഷ്യനാണ് ജോൺ അലക്സാണ്ടർ ഡവി.